إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾ നിറഞ്ഞത്, സങ്കടങ്ങളും ദുഃഖങ്ങളുമെല്ലാം സന്തോഷവും അടങ്ങിയ ജീവിതമാണ്. രോഗങ്ങളും ആകുലതയുമില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനൊരിക്കലും നിരാശനാവേണ്ട വ്യക്തിയല്ല. കാരണം അല്ലാഹു നമുക്ക് മുന്നിൽ എല്ലാ വാതിലുകളും അടച്ചു കളയുന്നവനല്ല. അല്ലാഹു നമുക്ക് മുന്നിൽ ഓരോ പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കടക്കാനുള്ള മനോഹരമായിട്ടുള്ള മോചനമാർഗങ്ങൾ, മഫാത്തിഹുൽ ഫർജ്, അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ സങ്കടങ്ങളില്ലാത്ത ആളുകളില്ല. സങ്കടത്തിലൂടെ കടന്നു പോകാത്ത ഒരു മനസ്സും എന്നെ കേൾക്കുന്നവരിലും ഉണ്ടാവുകയില്ല. ജീവിതത്തിൽ വലിയ സങ്കടങ്ങളൊക്കെ വേട്ടയാടുമ്പോൾ മനസ്സിന് ശാന്തി നൽകാൻ നിസ്കാരത്തോളം വലിയ ഔഷധമില്ല എന്നുള്ളതാണ്.
അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് കൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുവീൻ. ഭയഭക്തിയുള്ളവർക്കല്ലാതെ ആ നമസ്കാരം എന്നുള്ളത് തീർച്ചയായും വലിയൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നുണ്ട്. അഥവാ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമെല്ലാമുള്ള ആദ്യത്തെ താക്കോൽ എന്ന് പറയുന്നത്, അതിൽ നിന്ന് തുറന്ന് രക്ഷപ്പെടുവാനുള്ള താക്കോൽ എന്ന് പറയുന്നത് നമസ്കാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അവിടുന്ന് അഭയം പ്രാപിച്ചിരുന്നത് നിസ്കാരത്തിലായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അൻ ഖുദൈഫ റളിയല്ലാഹു അൻഹു ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ സൽ. ഖുദൈഫ റളിയല്ലാഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ആകുലതയോ നേരിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഉടൻ തന്നെ നിസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു. നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ കടന്നു വരാറുണ്ട്. അത്തരം പ്രയാസങ്ങളിൽ ആരാണ് നമസ്കാരത്തിലേക്ക് കടന്നത്, അവർക്ക് ശാന്തി ഉണ്ടാകും. മനസ്സിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത് ലൗകികമായ പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ അത്രമേൽ ആഗ്രഹിക്കാത്ത ആരുമില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹുവിനോട് പറയുന്ന രംഗമുണ്ട്, യാ ബിലാൽ അഖിമിസ് സ്വലാ അരിഹ്നാ ബിഹാ. ബിലാലെ, താങ്കൾ ഇഖാമത്ത് വിളിക്കൂ, നിസ്കാരം കൊണ്ട് നമുക്ക് ആശ്വാസം നൽകിയാലും. അപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളൊക്കെ ഉള്ള ഒരു ആശ്വാസമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. മഹത്തുക്കളായിട്ടുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിലും സാമ്പത്തിക ഞെരുക്കങ്ങളോ രോഗങ്ങളോ കുടുംബപരമായ പ്രയാസങ്ങളോ വരുമ്പോൾ അള്ളാഹുവിനോട് പരാതി പറയുക. അള്ളാഹു നിസ്കാരത്തെ വിശേഷിപ്പിച്ചത് ഭയഭക്തിയുള്ളവർക്ക് ആശ്വാസമായി കൊണ്ടാണ്. ഭയഭക്തിയുള്ള ആളുകളാണ് നിങ്ങൾ എങ്കിൽ അള്ളാഹുവിനോട് നമസ്കാരത്തിലൂടെ ആ പ്രയാസങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ താക്കോൽ എന്ന് പറയുന്നത്. ചരിത്ര സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. തഫ്സീർ അൽ ഖുർത്തുബിയിൽ വിശദീകരണത്തിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഒരു യാത്രയിൽ ഇങ്ങനെ ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഖുദം മരണപ്പെട്ട വിവരം എന്ത് ചെയ്യാണ്, ലഭിക്കുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്തെന്നോ, വഴിയോരത്ത് നിന്നും മാറി നിന്നുകൊണ്ട് ഒട്ടകത്തെ മുത്തുകുത്തി ചിരുത്തിക്കൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ് ചെയ്തത്. പ്രയാസമായിട്ടുള്ളൊരു വാർത്തയാണ് അദ്ദേഹത്തിന് കേട്ടത്. ആ സമയത്ത് അദ്ദേഹം ചെയ്തത് എന്താ, തൻ്റെ ഒട്ടകത്ത് യാത്രയിലാണ്. ആ സമയത്താണ് ആ വാർത്തയുമായി കൊണ്ട് ആൾ വരുന്നത്, തൻ്റെ അനിയൻ മരണപ്പെട്ട വിവരം അറിയിച്ചുകൊണ്ട്. ആ സമയത്ത് അദ്ദേഹം ഒട്ടകത്തെ മുട്ടുകുത്തി ചിരുത്തിക്കൊണ്ട് അദ്ദേഹം മാറി നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ദീർഘനേരം ഇരുന്നങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ശേഷം തൻ്റെ ആ യാത്രാമൃഗത്തിലേക്ക് തിരികെ നടക്കുമ്പോൾ അദ്ദേഹം ഓതുന്ന വാചകമുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം മനസ്സിൽ ഓതിയത്? നിങ്ങൾ ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും അള്ളാഹുവിനോട് സഹായം തേടുക. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഇങ്ങനെ അദ്ദേഹം ചെയ്യാണ്, ആ ഖുർആൻ പാരായണം അങ്ങനെ ചെയ്യാണ്. കാരണം അദ്ദേഹത്തിന് വന്നൊരു പ്രയാസമാണ്, സ്വന്തം അനിയന് മരണപ്പെട്ടു എന്നുള്ളത്. ആ സമയത്ത് അദ്ദേഹം ചെയ്തത് അപ്രകാരമാണ്. അപ്പൊ ജീവിതത്തിൽ പെട്ടെന്നൊരു സങ്കടമോ ദുരന്ത വാർത്തയോ കേട്ടാൽ
നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിന് സഹാബികളുടെ ജീവിതത്തിൽ വലിയൊരു മാതൃക നമുക്ക് നൽകുന്നുണ്ട് സഹോദരങ്ങളെ. പ്രവാചകൻ അനുചരനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു യാത്രയിലായിരിക്കുമ്പോഴാണ് സ്വന്തം സഹോദരനെ മരണപ്പെട്ട വിവരം അറിയുന്നത്. ആ വലിയ സങ്കടം കേട്ട മാത്രയിൽ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചാണ് നമുക്ക് ആ ഹദീസിലൂടെ സംഭവത്തിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ആ സമയത്ത് അദ്ദേഹം ഉദ്ധരിച്ച ആയത്തുകളാണെന്ത്? വസ്തഈനു ബിസ്സബ്രി, ഉച്ചരിച്ച ആയത്തുകളാണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ എന്നുള്ള ആയത്ത് പാരായണം ചെയ്തു എന്നുള്ളത്. മഹാന്മാരായ സഹാബികൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമഘട്ടങ്ങളിൽ മനസ്സിന് ശാന്തി കണ്ടെത്തിയത് അള്ളാഹുവിൻ്റെ തിരുമുമ്പിൽ നിസ്കരിച്ചു കൊണ്ടായിരുന്നു. അള്ളാഹിന്റെ മുമ്പിലേക്ക് നിസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് അവര് ശാന്തി കണ്ടെത്തിയത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോടും കൽപ്പിക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഗ്രന്ഥത്തില് നിസ്കാരത്തിന്റെ ഭൗതിക ആത്മീയവുമായ ഉപകാരങ്ങളെ കുറിച്ച് വിവരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്. എന്താണ്? ഫസ്സലാത്തു മജ്ലബത്തുൻ ലിറിസ്ഖ് ഹാഫിളത്തുൽ ലിസ്സിഹ ദാഫിഅത്തുൽ ലിൽഅസാ ത്വാരിദത്തുൽ ലിദ്ദാ മുഖവ്വിയത്തുൽ ലിൽഖൽബ് മുബയ്യിനത്തുൽ ലിൽവജ്ഹ് മുഫ്രിഹത്തുൽ ലിന്നഫ്സ് മസ്ഹിബത്തുൽ ലിൽകസൽ. തീർച്ചയായും നിസ്കാരം എന്നുള്ളത് ഉപജീവനത്തെ കൊണ്ടുവരുന്നതാണ്. ഒന്നാമത്തെ കാര്യത്തെ അതേ പറഞ്ഞ് ഉപജീവനത്തെ കൊണ്ടുവരുവാൻ എന്തിന് സാധിക്കും? നമസ്കാരത്തിന് സാധിക്കും. നമസ്കാരം നിലനിർത്തുന്ന ആളുകൾക്ക് അള്ളാഹു ഉപജീവനം വിശാലമാക്കി തരും. അതുപോലെ തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം അതാ പറഞ്ഞത്, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമസ്കാരം കൊണ്ട് സാധിക്കും. ബുദ്ധിമുട്ടുകളെയും ഉപദ്രവങ്ങളെയും തടുക്കുന്നതാണ്. നമുക്കേൽക്കുന്ന ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും തടുത്തു നിർത്തുവാൻ നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് സാധിക്കും. രോഗങ്ങളെ അകറ്റുന്നതാണ്. രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനകറ്റുവാനുള്ള ശേഷി നമസ്കാരത്തിനുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിന് കരുത്ത് നൽകുന്നതാണ്. അചഞ്ചലമാകുന്ന ഹൃദയമാക്കി തീർക്കൂല, നല്ല കരുത്തിനുള്ള ഹൃദയമാക്കിക്കൊണ്ട് നമ്മുടെ നമസ്കാരം നമ്മളാക്കി തീർക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ്, മടിയെ തുരത്തിക്കളയുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ എന്തിനുണ്ട്? നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുണ്ട്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ നിസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരുത്തുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിച്ചത്. ഫസ്സലാത്തു മജ്ലബത്തുൽ ലിറിസ്ഖ് ഹാഫിളത്തുൽ ലിസ്സിഹ എന്ന് പറഞ്ഞിട്ട് നിസ്കാരം കേവലം ഒരു ആരാധന മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കാണാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറി റിസ്ക് വർദ്ധിക്കാനും ശരീരത്തിനും ആരോഗ്യത്തിനും ഉന്മേഷം ലഭിക്കാനും ഹൃദയത്തിന് കരുത്തും മനസ്സിന് ആശ്വാസവും ലഭിക്കാനും അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഔഷധമാണ് നമസ്കാരം എന്നുള്ളത്. പ്രതിസന്ധികളും വിഷമഘട്ടങ്ങളിലെല്ലാം നമ്മൾ നിസ്കാരത്തിലേക്ക് അഭയം പ്രാപിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പകരമായി മനഃശാന്തിയും ജീവിതത്തിലെ ബർക്കത്തും പ്രകാശവുമെല്ലാം ചൊരിഞ്ഞു തരുമെന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിസ്കാരം എന്നുള്ളത് വലിയൊരു താക്കോലാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്നും മാറി വരാൻ നമുക്ക് വലിയൊരു താക്കോലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ടുള്ള താക്കോൽ എന്താ? വേദനകൾക്ക് ശമനം നൽകുന്ന ഖുർആൻ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും വേദനകൾക്കുമുള്ള ഏറ്റവും വലിയ ശാന്തിയും ശമനവുമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പ്രഖ്യാപിക്കുന്നത് ഇപ്രകാരമാണ്: വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ വിശുദ്ധ ഖുർആന് ഓതി ശരീരത്തിൽ മന്ത്രിക്കാറുണ്ടായിരുന്നു. സ്വഹീഹായി വന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇസ്തഖാ യഖറഉൽ അലാ നഫ്സി ബിൽ മുഅവ്വദാതി വയൻഫുസ്. അത് ഊതുന്ന
എങ്ങനെ, ഏതൊക്കെ സൂറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള വല്ല വേദനയോ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് അൽ മുഅവ്വിദാത്ത്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് തുടങ്ങിയ സംരക്ഷണ സൂറത്തുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആ സൂറത്തുകൾ കൈകളിലേക്ക് ഊതി തൻ്റെ ശരീരത്തിലേക്ക് ഊതാറുണ്ടായിരുന്നു എന്ന് തടവാറുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അടിമകളെ, ഇന്ന് നമ്മളിൽ പലരും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും വിഷാദങ്ങളും അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണം വിഷമിച്ച് ജീവിക്കുന്ന ആളുകളാണ്. എന്നാൽ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ കേവലം ഓതിപ്പോകാനുള്ള ഒരു ഗ്രന്ഥം മാത്രമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മറിച്ച് നമ്മുടെ ഹൃദയത്തിലെ രോഗങ്ങൾക്കും ശരീരത്തിലെ വേദനകൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള ഔഷധമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിച്ചതുപോലെ വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അള്ളാഹു ആണ് എന്നെ സുഖപ്പെടുത്തുന്നത്. അതുപോലെ ശിഫയുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ മനോവിഷമങ്ങളും ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. ദിനേനയുള്ള ഖുർആൻ പാരായണം നമ്മുടെ വീടുകളിലും ഹൃദയങ്ങളിലും സമാധാനവും രോഗശമനവും ഒക്കെ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രഖ്യാപിക്കുന്നൊരു കാര്യമാണത്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂരി വഹുദൻ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ. മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഉപദേശവും ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് അഥവാ അസ്വസ്ഥതകൾക്ക് ശമനവും സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും നിങ്ങളിലേക്ക് ഇതാ വന്നെത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം, നമ്മുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകൾക്കും മാനസികമായ വിങ്ങലുകൾക്കും സങ്കടങ്ങൾക്കുമുള്ള അത്യന്തികമായിട്ടുള്ള മരുന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പ്രഖ്യാപിക്കുകയാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇല മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ അല്ലാഹു ഖുർആനിൻ്റെ 4 വലിയ വിശേഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് മൗഇലത്താണ് പറയുന്നത്. ജനങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ജീവിതത്തിന്റെ ഉപദേശങ്ങൾ നൽകുന്ന ഉപദേശ ഗ്രന്ഥമാണിത് എന്നാണ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് മൗഇലത്തൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ജീവസുറ്റ ഉപദേശമാണിത് എന്നാണ്. ഈ ഉപദേശങ്ങൾ കേവലം വരികളല്ല, മറിച്ച് കഠിന ഹൃദയരായിട്ടുള്ള ഉമർ റളിയല്ലാഹുവിനെ അമീറുൽ മുഅ്മിനീനാക്കി മാറ്റിയ ഔഷധമാണ് എന്ന് നമ്മൾ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കണം. ഊരിപ്പിടിച്ച വാളുമായി കൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ഉമർ റളിയല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തിയാൽ തലയെടുത്ത് വരുന്നവർക്ക് 100 ഒട്ടകമുണ്ടെന്ന് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആ ഒരു ഊരിപ്പിടിച്ച വാളുമായി പുറത്തിറങ്ങിയ ഉമർ റളിയല്ലാഹു സൂറത്തു ത്വാഹയിലെ വചനങ്ങൾ കേൾക്കുന്നതോടുകൂടി മാറ്റം സംഭവിക്കുകയാണ്. അതാണ് മൗഇലത്ത്. ആ ഹൃദയത്തിനെ മാറ്റിമറിക്കാൻ എന്ത് ചെയ്തു, വിശുദ്ധ ഖുർആന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മാറ്റിയ ഒരു ഔഷധമാണിത്. ലോകത്തിലെ വഞ്ചനകളിൽ പെട്ടുപോകാതെ ഏത് പ്രതിസന്ധിയിലും സത്യത്തോടൊപ്പം നിലനിൽക്കാൻ ഒരു വിശ്വാസിയെ പ്രാപ്തനാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഉപദേശങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണത് മൗഇലത്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്. അതുപോലെ തന്നെ വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? മനുഷ്യന്റെ ഏറ്റവും വലിയ രോഗം അവന്റെ ഹൃദയത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളാണ്. അല്ലേ? ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ചൊറിച്ചിലുകളാണ് ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത്. സംശയങ്ങളും ഭയവും നിരാശയൊക്കെ നമ്മുടെ മനസ്സിനെ പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും സാധാരണ എന്തായില്ല ഉണ്ടാവാറില്ല, ഒരാൾക്കും ഉണ്ടാവുകയുമില്ല. ഇതിനുള്ള ഏറ്റവും വലിയ ദിവ്യ ഔഷധമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ശരീരത്തിലെ രോഗത്തെക്കാൾ അപകടകരമാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള രോഗങ്ങൾ.
ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള രോഗങ്ങൾ പുറമെ കാണുന്ന തൊലിയിലുള്ള രോഗങ്ങളെക്കാൾ വലിയ അപകടം പിടിച്ച ഒന്നാണ്. അത് മാറാൻ ഖുർആൻ പാരായണം ചെയ്യുകയും അതിൽ ചിന്തിക്കുകയും ചെയ്യുകയില്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് രണ്ടാമത്തെ താക്കോല് വിശുദ്ധ ഖുർആൻ പാരായണം എന്ന് പറയുന്നത്. പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കടന്നു പോകുവാൻ അള്ളാഹു നൽകുന്ന രണ്ടാമത്തെ താക്കോലായിക്കൊണ്ട് മൗഇദത്തും അതേപോലെ തന്നെ ശിഫയുമാണിത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുവാൻ കാരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി വജ്ലാഹ ഹുസ്നി വസഹാബ അമ്മി. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തീർക്കണമേ, എൻ്റെ നെഞ്ചിൻ്റെ പ്രകാശമാക്കി തീർക്കണേ നാഥാ. എൻ്റെ സങ്കടങ്ങളുടെയും തിരോധാനവും എൻ്റെ മനോവിഷമങ്ങളുടെ ശമനവുമാക്കി തീർക്കണേ അല്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് എന്ത് ചെയ്തത് പറഞ്ഞത്. എന്തിനെ? വിശുദ്ധ ഖുർആൻ അത്തരത്തിലാക്കി തീർക്കാൻ വേണ്ടി. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ അടിമകളെ, മനസ്സിൽ ഭയമോ നാളെയെക്കുറിച്ചുള്ള ആശങ്കയോ പരീക്ഷണങ്ങൾ കാരണം നിരാശയോ വരുമ്പോൾ ഖുർആനിലേക്ക് മടങ്ങുവാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. അള്ളാഹു ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ ഹൃദയങ്ങൾ ശാന്തമാകുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമാകുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. റബ്ബിനെ കുറിച്ചുള്ള സ്മരണ എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ ഖുർആൻ പാരായണമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം അതിൽ പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ ഓതി കേൾക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യും? പടിയിറങ്ങി പോകുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് ഖുർആൻ കൊണ്ട് ശാന്തിയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രയാസവും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട രണ്ട് താക്കോലുകളും, ആ പൂട്ടുകളെ തുറക്കാൻ സാധിക്കുന്ന രണ്ട് താക്കോലുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? ആദ്യത്തെ ഖുത്ബയിലൂടെ സൂചിപ്പിച്ചത്. മൂന്നാമത്തെ താക്കോൽ എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്നുള്ള മോചനം എന്നുള്ളതാണ്. നമ്മുടെ വീഴ്ചകളും പാപങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വഴികളൊക്കെ അടഞ്ഞു പോകാനുള്ള കാരണം. അതിനുള്ള പരിഹാരം എന്നുള്ളത് എന്താണ്? പാപമോചന പ്രാർത്ഥനയാണ്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു എന്നറിയാം, അല്ലാഹ് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് എന്ത് ചെയ്യേ? പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അവന് സമൃദ്ധിയായി കൊണ്ട് മഴ പെയ്യിച്ചു തരും, സ്വത്തുക്കളും മക്കളും നൽകി നിങ്ങളവന് സഹായിക്കും, നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും ഉണ്ടാക്കി തരികയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ, അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജൻ വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും അവന് ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുന്ന, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവന് ആശ്വാസം നൽകും.
അവൻ വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന് അവന് ഉപജീവന മാർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഒരിക്കൽ അസ്ലുൽ ബസീർ റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ വരുന്നുണ്ട്. എന്നിട്ട് 4 ആളുകൾ വരുന്നുണ്ട്. ആ 4 ആളുകളും ഓരോ ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഓരോ പ്രയാസങ്ങൾ അദ്ദേഹത്തോട് പറയാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞത് എന്താ, എനിക്ക് വല്ലാതെ വറുതി ബാധിച്ചിട്ടുണ്ട്, ദാരിദ്ര്യം ബാധിച്ചിട്ടുണ്ട് എന്ന് പറയും. രണ്ടാമത്തെ ആൾ പറഞ്ഞത്, എനിക്ക് സന്താനങ്ങളൊക്കെ കുറേ കാലമായിട്ട് സന്താനങ്ങളൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ഉണ്ടാകുന്നില്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞത് തൻ്റെ തോട്ടത്തിൽ വിളവില്ലാത്ത കാര്യത്തെക്കുറിച്ചാണ്, അതിലൊക്കെ സമൃദ്ധിയൊന്നുമില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. നാലാമത്തെ ആൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ കടബാധ്യതകളും കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു. ആ സമയത്ത് ആ 4 പേർക്കായിക്കൊണ്ട് ഒരൊറ്റ ഉത്തരമാണ് ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി കൊടുത്തത്. എന്താണ്? നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുവീൻ എന്നാണ് പറഞ്ഞത്. അവരങ്ങോട്ട് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു, വ്യത്യസ്ത പ്രശ്നങ്ങളുമായിട്ട് വന്ന എല്ലാവർക്കും താങ്കൾ ഒരേ പരിഹാരമാണല്ലോ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം മറുപടിയായിട്ട് സൂറത്തു നൂഹിലെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഓതി കേൾപ്പിച്ച ആയത്താണ് എന്ത് ചെയ്തത്, ഓതി കേൾപ്പിച്ചു കൊടുത്തത്. അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരുമെന്നർത്ഥം. ഒരുപാട് പ്രയാസമുണ്ട്, പ്രതിസന്ധി ആരമില്ല. ഒരാളെ ജീവിതത്തിലേക്ക് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും പറയാനുള്ളത് എന്താ, ഒക്കെ പ്രശ്നങ്ങളായിരിക്കും, എല്ലാവർക്കും പ്രശ്നങ്ങളായിരിക്കും പറയാനുള്ളത്. ഇതൊക്കെ പോവാനുള്ളൊരു താക്കോലാണ്, ഇതൊക്കെ പോവാനുള്ളൊരു താക്കോലിൽപ്പെട്ടതാണ് എന്ത്, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത്. റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക, അസ്താഗ്ഫിറുല്ലാഹ് അസ്താഗ്ഫിറുല്ലാഹ് എന്നും പറയുക. ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളത് 3ാമത്തെ താക്കോലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 4ാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രയാസങ്ങൾ തടുക്കുവാൻ ദുആ നിർവഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാൻ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് സാധിക്കും, നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കും. അസാധ്യമായതിനെ സാധ്യമാക്കുന്നതാണ് ദുആ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയപ്പെട്ട കാര്യമാണ്. നബിയെ പറയാൻ വേണ്ടിയിട്ട് പറയാണ്, റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവിനോട് ഇത് ഊനി എന്നോട് നിങ്ങൾ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കുവീൻ എന്ന് പറയാം. രക്ഷിതാവ് പറയാൻ വേണ്ടിയിട്ട് പറയാം, ഇത് ഊനി എന്നോട് നിങ്ങൾ ചോദിക്കുവീൻ, ദുആ ചെയ്യുവീൻ, അസ്തജിബ് ലക്കും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. ആലോചിച്ച് നോക്കി, എത്ര വലിയ പാപിയായാലും ശരി, അവൻ്റെ പാപങ്ങളെല്ലാം റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ അവനുള്ള ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നുള്ളത്. അതിന് എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രായമൊക്കെ കുറേ ആയിട്ടുള്ള സക്കരിയ അലൈഹിസ്സലാം, അവരുടെ ദുആ എന്തായിരുന്നു, കുട്ടികളെ കിട്ടാൻ. യഹ്യ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടീനെ എന്ത് ചെയ്തു, പ്രവാചകൻ എന്ത് ചെയ്തു, പ്രദാനം ചെയ്തു. യഹ്യ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്, അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. എത്രയെത്ര ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് അതിന് പാഠമായി കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ദുആ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാകുവാൻ നാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് 4ാമത്തെ കാര്യം. 5ാമത്തത്, ഏറ്റവും അവസാനത്തെ കാര്യം, നഷ്ടപ്പെട്ടവർക്ക് പകരമായിട്ട് സ്വർഗം ലഭിക്കുമെന്നുള്ളതാണ്. ഈ ദുനിയാവിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ആരോഗ്യമാവട്ടെ, സമ്പത്താവട്ടെ, പ്രിയപ്പെട്ട ആളുകളാവട്ടെ, ഇങ്ങനെയുള്ള പലതും. എന്നാൽ ഓർത്തു വെക്കേണ്ട പ്രധാന കാര്യം, ഈ ദുനിയാവ് ശാശ്വതമല്ല. ഇവിടെ എന്നും ഇങ്ങനെ ജീവിച്ചിരിക്കാനും എന്തെയില്ല, നമുക്കാർക്കും പറ്റൂല. അള്ളാന്റെ വിളി വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നൽകേണ്ടി വരും. ഒരാൾക്കും പിടിച്ചു വെക്കാൻ സാധിക്കില്ല. മലക്കുൽ മൗത്തിനോട് ആ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കാര്യം നിർവഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദുനിയാവെന്തല്ല നമുക്ക് ശാശ്വതമായിട്ട് ജീവിക്കാനുള്ളതല്ല. അത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട്.
ഓരോരുത്തരും മരിച്ചു വീഴുന്നത് അല്ലേ പ്രായത്തിന്റെ ആധിക്യം കൊണ്ടാണോ? അല്ല. പ്രായം പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കോ? പറ്റൂല. കുട്ടികൾ മരിക്കുന്നില്ലേ? യുവാക്കൾ മരിക്കുന്നില്ലേ? കയ്യിലേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്ന സമയമാണ്. 10-21 വയസ്സൊക്കെ ആവുമ്പോൾ മക്കളെ തൻ്റെ പിതാവ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്, മോനങ്ങിട്ട് കിട്ടും, എനിക്കുള്ള ഒരു താങ്ങായി എൻ്റെ മകനുണ്ട് എന്ന് കരുതുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിച്ച സമയങ്ങളില്ലേ? അപ്പൊ ഒരുപാട് ജീവിച്ചിരിക്കാൻ പറ്റുന്ന ഒരു കാലം ഇവിടെ ഭൂമിയിൽ സാധിക്കൂല എന്നുള്ളതാണ്. അള്ളാഹ് വിളിക്കുന്ന സമയത്ത് തിരിച്ചു പോവാൻ തയ്യാറായി നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നഷ്ടപ്പെടുന്ന എല്ലാത്തിനും പകരമായി വിശ്വാസിയെ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗമാണ്. അവൻ്റെ ജീവിതത്തിൽ, ആ മരിച്ചുപോയൻ്റെ ജീവിതത്തിലും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. അള്ളാഹിനോട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ പൂർത്തീകരിക്കുന്നതിന് മുമ്പായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, മരണം വന്നിരിക്കുക. ഒരു വിശ്വാസിയാണ് അവനെങ്കിൽ അവന് നാളെ അള്ളാഹിൻ്റെ അടുക്കൽ എന്തുണ്ട്? സ്വർഗീയ സുഖങ്ങളുണ്ട്. ഒരു അവിശ്വാസിയാണെങ്കിൽ അവന് വേറെ ഒന്നുമില്ലതാൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളോട് മലക്കുകൾ പറയുന്നത്, ഖുർആനിൽ പറയുന്നത് കാണാം, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. ആ ഒരു സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നമുക്ക് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, ഏറ്റവും വലിയ താക്കോൽ പ്രതിസന്ധിയും പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും അള്ളാഹു ആരുടെയും ജീവിതത്തിൻ്റെ കവാടങ്ങൾ അടച്ചു വെച്ചിട്ടില്ല. ഒരാൾക്കും കവാടങ്ങൾ അടച്ചു വെച്ചുകൊണ്ട് അള്ളാഹു ദ്രോഹിക്കുകയില്ല. അതിനുള്ള എല്ലാ താക്കോലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്ന 5 രൂപത്തിലുള്ള താക്കോലുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഖുതുബയിലൂടെ ഞാൻ പറഞ്ഞു തന്നത്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. വിശ്വാസിയായി കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وأقم